അപ്പൊ അല്ല കേസ് അപ്പൊ നമ്മളിന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ എല്ലാ മീനുകളുടെ അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മളൊരു ചങ്ക് സബ്സ്ക്രൈബർ ബ്രോ, ചങ്കൊന്നുമില്ലേ നമുക്ക് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞ നമ്മളൊരു വലിയ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു കേസ്. നമ്മളെ അടുത്ത് കുറെ കാര്യങ്ങൾ ചോദിച്ചു. നമ്മൾ ആ സബ്സ്ക്രൈബർ ബ്രോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോയാണ്. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യും. ഒരു മൈൻഡ് ക്രാഫ്റ്റിന്റെ പടമൊക്കെ ഉള്ള ഒരു ബ്രോയാണ് DP. അപ്പം ബ്രോയ്ക്ക് മനസ്സിലായി കാണും. അപ്പൊ നമ്മളിവിടെ സൈഡിൽ കമന്റ് കൊടുത്തേക്കാം. അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വരൂ ഗൈസ്. എല്ലാ മീനുകളുടെ അപ്ഡേഷൻ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. കുറെ മീൻ ബ്രീഡ് ആയിട്ടുണ്ട്, പിന്നെ സർപ്രൈസ് മീനും ബ്രീഡ് ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇത് കാണാം. ഇതിലെന്ന് പറഞ്ഞാൽ ഇതിന്ന് ഒരു 20 കുഞ്ഞ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫൈറ്റർ ഇല്ലേ, ഇതിന്ന് 20 15 ബാക്കി ആ സൈഡിൽ ഇരുന്ന വേറെ ഒരു അക്വേറിയം ഉണ്ട്, അതിൽ നിന്നാണ് 5 കുഞ്ഞിനെ പിടിച്ച. അപ്പൊ ഗൈസ് നമ്മള് 2 ഫൈറ്ററിനും കൊടുത്ത് 10 ദിവസം കൊടുത്തപ്പോ 20 കുഞ്ഞുങ്ങളായി. അപ്പൊ വരൂ ഗൈസ് നമുക്ക് നമ്മുടെ അടുത്ത ദൃശ്യങ്ങളിലേക്ക് പോവാം. കമോൺ. അപ്പൊ ഗൈസ് നമ്മളെ ഈ ചില്ലി മൊസൈക്ക് ഡെംബോയറിന്റെ കുഞ്ഞുങ്ങളാണ് ഇത്. അവന്മാരൊക്കെ ഇപ്പൊ അത്യാവശ്യം ഗ്രോത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് വന്നിട്ട് പിന്നെ നമ്മളെ ചില്ലി മൊസൈക്കിന്റെ പാരന്റ്സ് ആണ് 5 കുഞ്ഞുങ്ങളുടെ. ഇത് പിന്നെ നമ്മളെ മോളിയാണ് കേട്ടാ. വരൂ ഇതാ ഗൈസ്, ഇതാണ് നമ്മളെ മോളി. ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാണ്ടാമോളിയും എല്ലാം അഡൽട്ട് ഒന്നും ആയില്ല, കുഞ്ഞു സൈസാണ്. പാണ്ടാമോളി പിന്നെ ബ്ലാക്ക് മോളിയുമാണ്. ഇത് വന്നിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുൾ ബ്ലാക്ക് ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ്. ഇനി ഇതാണ് നമ്മളെ ഫുൾ റെഡ്. ചില്ലി റെഡ് ഒരു അബദ്ധം പറ്റി. ചില്ലി റെഡ് ഞാൻ കണ്ടപ്പോഴാണ് മനസ്സിലായി ഇത് ഫുൾ റെഡ് ആണ് കേട്ടാ. ഫുൾ റെഡ് ഒരു പൊടി ഓടിയാണ് പോണ്ട്. ഫുൾ റെഡിന്റെ ഇത് അടിയിലുണ്ട് ഗൈസ്. അവിടെയാണ് അവ ഒരു 1.5 കോട്ടിയൊന്നുമല്ല. അപ്പൊ കേസ് ഒരു അലമ്പ് ബ്രീഡിലെ ഗപ്പി കുഞ്ഞിതിൽ പെട്ടിട്ടുണ്ട്. എങ്ങനെയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ആ കാല് നിധി പെട്ട് കിടക്കുകയാണ് കേട്ടാ. ഞാൻ അതിനെ കുറച്ച് നേരം നമുക്ക് പിടിച്ച് മാറ്റണം. അപ്പൊ ഇതുമാണ് നമ്മളെ ഇതാണ് ഹൈബ്രിഡ് ഗപ്പിയാണ്. ഏതിന്റെ കൂടെ ക്രോസ് ആയതാണ്. ഇതാ നമ്മളെ ഷെർമ്പിരിക്കുന്നത്. ഡൂപ്ലിയൊന്നുമല്ല. ഇതാണ് നമ്മളെ ഷെർമ്പ് ദാസപ്പൻ എന്നാണ് ഞാൻ ഇട്ട പേര്. ദാസപ്പല്ല, ചോട്ടുവ മോട്ടു അങ്ങനെ എന്തൊക്കെയോ പേരിട്ടേന്. സമയത്താ വട്ടി 2 ഉണ്ടായിരുന്നു. ഒന്ന് ഒരു 2-3 മാസം മുമ്പ് ചത്തിരിക്കുന്നു. അപ്പൊ ഗൈസ് ഇതാണ് നമ്മൾ അടുത്ത മീൻ. അത് ഫുൾ ബ്ലാക്കിന്റെ ആ മീൻപെട്ടിയുടെ ഫുൾ പാരന്റ്സ് ആണ്. ഇത് ബ്രീഡ് ആവാൻ നിൽക്കുകയാണത്. പിന്നെ ഇത് കണ്ടോ, ഇതിലൊന്നും ബ്രീഡ് ആയിട്ടില്ല ഇപ്പൊ നിലവിൽ. ഇതിപ്പോ കുഞ്ഞുങ്ങൾ കിട്ടല് കുറവാണ്. ഈ ഹൈബ്രിഡിന്റെ ഭയങ്കര കുറവാണ് കുഞ്ഞുങ്ങൾ കിട്ടുന്നത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വേറെ മേലും കൂടെ തിന്നായിരിക്കും. ഇത് പിന്നെ അക്കിയോ അറിയാം. ഇത് വലിയതായിട്ടൊന്നും ഇല്ല, കുറച്ച് മിക്സഡ്. ഇത് പിന്നെ നമ്മളെ ഫുൾ വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് എക്സ്ഡ് ആൽബിനോ എന്നൊക്കെ പറയും. അതിന്റെ കുഞ്ഞുങ്ങളാണ് ഇത്. ഈ വൈറ്റില് ഇത് അതിന്റെ കുഞ്ഞുങ്ങളാണ് കേട്ടാ. പിന്നെ ഇത് നമ്മളെ സ്പോട്ട് അടിഞ്ഞ് പുതിയ സെറ്റ് ചെയ്ത് കൊടുത്തേന്. സ്പോട്ട് അടി ഇപ്പൊ ഭയങ്കര ഒളിത്താവളക്കാരനാണ്. അത് ഒളിച്ചു അടക്കിയാണ്. അതിന് നമ്മള് ഇന്നലെയൊക്കെ ഇത് നത്തോലി ഫീഡ് ചെയ്തു. നത്തോലി ഇന്നലെ കുറച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിച്ചാലേ, അല്ലെങ്കിലേ കുറെ ദിവസത്തെ ഇന്നലെയും കൂടെ മെഞ്ഞാന്ന് ഇട്ട് കൊടുത്ത കിടന്ന്. അതുകൊണ്ട് ഞാൻ ഇനി നാളെ ഇട്ട് കൊടുക്കും. ഒരു ദിവസം ഇടവിട്ടിനി ഇട്ട് കൊടുക്കാൻ. ഇന്നലത്തെ ഫുള്ളൊന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് കൊടുക്കാറുള്ളൂ. ഇന്നലത്തെ ഞാൻ ചട്ടിക്കകത്തോട്ട് പയ്യെ കയറ്റി ഇട്ട് കൊടുത്ത് അരിപ്പ് വെച്ച് കുത്തി. സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് ഒളിച്ചാണ് ഇരിക്കുന്നത് കേട്ടാ. അങ്ങനെ വെളിയിൽ ഇറങ്ങാറില്ല. പിന്നെ നമുക്ക് നമ്മുടെ ആ വലിയ ടാങ്കിന്റെ അടുത്തേക്ക് പോവാം. അപ്പൊ ഗൈസ് നമ്മള് ഇന്നാൾക്കൊരു ഇൻസിഡന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അത് വീഡിയോ ആയിട്ടൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മള് അവിടെ ഒരു സംഭവത്തില് ഒരു വൈറ്റ് കളർ ഡ്രമ്മിന്റെ മുറിച്ചൊരു സംഭവത്തില് ഞാൻ ഫസ്റ്റ് എനിക്കൊരു അപ്പുറത്തെ വീട്ടിലില്ല, കുറച്ച് ദൂരമുള്ള ഒരു വീട്ടില് ഇത്ര ഉള്ളൊരു കല്ലടീനെ തന്ന അനാബാസ് എന്നൊക്കെ പറയും. ആ മീനെ തന്നു. ഞാൻ അതിനെ കൊണ്ടവിടെ ഇട്ടിട്ട് അതിനെ കണ്ടപ്പോ എനിക്ക് അത്ര ഗുഡായിട്ട് ഫീൽ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ കുഞ്ഞു സ്ഥലം, അതിന്റെ തലയൊക്കെ കറങ്ങോട്ട് മുട്ടും. അതുകൊണ്ട് ഞാൻ അതിനതോ ആ സ്റ്റീൽ ചരിവത്തിലോട്ട് മാറ്റി കാണിച്ചു തരാം. പക്ഷെ ഇപ്പൊ അത് മീനില്ലാത്ത എന്തുകൊണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അതിനെ ഇതിലോട്ടാണ് മാറ്റിയത് കേട്ടാ. ഇതാ ഈ സംഭവത്തിന്റെ അകത്ത് മാറ്റി. ഇതിന്റെ അകത്ത് 5-6 പൊടിക്ക് കിടപ്പുണ്ട്. അതിന്റെ കുഞ്ഞാണെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. അതിപ്പോ ഇല്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ
പെട്ടെന്ന് ഒരു ദിവസം ഞാൻ നോക്കിയത് ആ മാറ്റിയ ദിവസം തന്നെ രാത്രി 9 മണിക്ക് മീനെല്ലാം പറ്റി എക്സ്ട്രാ ചത്താവല്ലോ എന്ന് അറിയാൻ വേണ്ടി പുതിയ വെള്ളത്തിലിട്ട എന്തായാലും പറ്റിയാന്നറിയാൻ വേണ്ടി ടോർച്ച് അടിച്ചു വന്ന് നോക്കിയപ്പോഴാ മീനെ കാണാല്ല. എല്ലാരും വിളിച്ചിറക്കിക്കൊണ്ട് നോക്കി, മീനില്ല സംഭവത്തി. ആ പാമ്പ് പിടിച്ചെന്നാണ് എന്റെ ഒരു ഇത്. പിന്നെ നമ്മൾ ഇതിന്റെ അകത്ത് അടച്ച് കൂട്ടിയൊന്നുമില്ല, ഒരു ഗില്ലൊക്കെ എടുത്ത് അടച്ച് മണ്ടേ തടി കഷ്ണം വെച്ച് കല്ലിട്ട് വെച്ചിരുന്നേ. സൈഡിൽ ഇത്ര ഉള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പാമ്പ് മിക്കവാറും തലയിട്ട് പിടിച്ച് വീണിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ കമന്റ് ചെയ്യണം, എനിക്ക് അറിഞ്ഞൂടെ എന്താണ് സംഭവം എന്ന്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എന്റെ വീടിന്റെ അടുത്തുള്ള കൂട്ടുകാരൻ, അവനും തന്നൊരു കല്ലട, അനാവാസ കല്ലട എന്തോ. അവൻ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കരമുള്ള മീനുകളെ കൊടുക്കണം. ഞാൻ പിന്നെ എന്തിനാ ഇത് കുറച്ച് കളർ ഗപ്പീനെ കൊടുത്ത് അവളെ ഫുൾ ബ്ലാക്കും പിന്നെ വൈറ്റ് ടെക്സ്റ്റിലും വേറെ വേട്ടന്റെ പണ്ട് ക്രോസ് ആയ 5-6 കുഞ്ഞുങ്ങളും അതിനെയൊക്കെ കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ അവൻ വലിയതിനെ ഇങ്ങനെ തന്ന്. അപ്പം നമ്മളെ വലുതിനെ നമ്മൾ അതേ ആ ഡ്രമ്മിൽ വെച്ചിരുന്നു, ഒരു പകുതി മുറിച്ച ഡ്രമ്മിൽ. ആ ഡ്രമ്മിൽ വെച്ച് ഞാൻ ഈ സൈഡിൽ വെച്ച് ഫുൾ ലോക്ക് ചെയ്തിട്ട് സൈഡൊക്കെ ഫുൾ പൂട്ടി വെച്ച്. എന്നിട്ട് പിറ്റേ ദിവസം വന്ന് നോക്കിയതും അതിനെയും കാണാനില്ല. ഇത് എന്ത് ഈ തോട്ടിലെ മീൻ മാത്രം കാണാമെന്നാവും. എനിക്കൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ ആ ഒരു ബേസിനായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മള് ആ ബേസിനില് അവിടെ ഒരു ക്യാമറ വെക്കും. എന്നിട്ട് ആ ബേസിനിൽ എന്ത് വരുമെന്ന് കണ്ടുപിടിക്കും. അപ്പൊ നമ്മളെ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ നമ്മളെ ഇതിന്റെ അടുത്തോട്ട് പോവാ. അപ്പൊ നമുക്ക് എത്തിയിട്ട് അപ്പൊ ഗൈസ് നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ പാമ്പിരിക്കുന്ന എന്തോ ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇന്നാൾക്ക് ഈ മരത്തിൽ ചുമ്മാ വരുന്നത്, ഏണിയൊന്നും വീട്ടിലായിരുന്നു. ഏണിയിൽ എന്റെ കസിൻ കയറി, ഞാൻ അപ്പോൾ മതിയെ മരത്തിൽ കൊടുത്ത് കയറി നല്ലോണം ഇടിച്ചിട്ടുണ്ട് കാല്. ഗൈസ് നമ്മളെ ഇതൊക്കെ ഇപ്പൊ നല്ല കണ്ടീഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളൊരു പാർവാലി കയറി നമ്മളെ ഒരു 1-2 മീനിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു 2 മോളിനെ കൊണ്ടുപോയി, വൈറ്റ് ആയിരുന്നു. അതോ ഇങ്ങനെ പിന്നെ ഇപ്പൊ ഇതില് കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഒന്നും ചെക്ക് ചെയ്യുമ്പോ കാണൂല ഒരു കുഞ്ഞിനെ പോലും. നമ്മുടെ പച്ച മോളി വയറൊക്കെ നല്ല വിയർപ്പിച്ച്, ഇപ്പൊ മോളിയല്ല ഒരു സീബ്ര വയറൊക്കെ നല്ല വിയർപ്പിച്ച് നടക്കുന്നുണ്ട്. മിക്കവാറും ഉടനെ കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്കിനി നമ്മളെ സ്പെഷ്യൽ മീൻ ആണ് ആകെ കാണാനുള്ളത്. സ്പെഷ്യൽ ഫെന്റാസ്റ്റിക് ബുംബ്ലാസ്റ്റിക് മീനാണ്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മളെ സബ്സ്ക്രൈബർ മെയിനായിട്ട് ഈ മീൻ ബ്രീഡായോ, ഇതിന്റെ അപ്ഡേറ്റ്സ് അതാണ് ചോദിച്ചത്. നമ്മൾ നേരെ ആ മീനിന്റെ അടുത്തേക്ക് പോവാം. അപ്പൊ നമുക്ക് പോയിട്ട് കാണാം. ഒരു സെക്കൻഡ്, നമ്മളെ സബ്സ്ക്രൈബർ അപ്പൊ നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞത് ഈ മീനിനെ കാണിക്കാനാണ്, ഈ മീനിന്റെ അപ്ഡേറ്റ്സ് ആണ് ചോദിച്ചത്, നമ്മളെ മെയിൽ ഫൈറ്റർ. പക്ഷേ നമ്മൾ ഒരു കാര്യം കാണിച്ചില്ല, അത് ഒരു വട്ടം പോലും കാണിച്ചില്ല. സൂം ചെയ്ത് കാണിച്ചാലേ മനസ്സിലാവും. നമ്മളെ ഫൈറ്ററിന്റെ ഫ്രൈസ് സിമ്മായി തുടങ്ങിയിട്ടുണ്ട്. ഫ്രൈസിനെ പോലെ നമ്മൾ കാണിച്ചില്ല. ഇതാ ഗൈസ് നമ്മൾ ഒരു ഫ്രൈ കാണിക്കുന്നു, ഒരു ഫ്രൈ ചിക്കൻ ഫ്രൈ, മട്ടൻ ഫ്രൈ. ഇത് തിരിപ്പോലെ ഇതിനാണ് ആകെ ഗ്രോത്ത് ഉള്ളത് എന്റെ കണ്ണിൽ കണ്ടിട്ട്. വേറെ ഒന്നിനും ഞാനങ്ങനെ ഗ്രോത്ത് കാണുന്നില്ല. അപ്പൊ ഗൈസ് ഇനി നമുക്ക് നമ്മളെ ഫീമെയില് കുട്ടിയുണ്ട്. കുട്ടീനെ നമ്മള് ഈ ഒരു വലയൊക്കെ ഇട്ടാണ് വെച്ചേക്കുന്നത്. ഈ വല നമ്മൾ വെയ്യെടുക്കും കളയും. അതിന്റെ അടി നോക്കിയാല് കുട്ടീനെ അങ്ങ് കാണാൻ പറ്റും. കുട്ടി ഇതാ നിൽക്കുന്നു. കുട്ടി ഇപ്പൊ ഹാൻഡ് ഫീഡൊക്കെ എടുക്കും കേട്ടാ. ഞാൻ ചിലപ്പോഴൊക്കെ പയ്യ ഗപ്പീനെ ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പൊ പയ്യ അമ്മ ഒറ്റട്ടി അടിച്ചെടുത്തോണ്ട് പോകും ഗപ്പീനെ. ഇപ്പൊ കുട്ടി നല്ല ടൈംഡ് ആണ്. നമുക്കിനി നമ്മളെ വൈൻഡപ്പിലേക്ക് കടക്കാം. നമ്മളെ വൈൻഡപ്പിലേക്ക് ഒന്നും കൂടെ കിടക്കാം. അപ്പൊ ഗൈസ് നമ്മൾ വൈൻഡപ്പ് എടുത്തിരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ആശാനെ കാണിച്ചുതരാം. ഇന്നലെ പോയി എവിടെന്നോ കയറി അടികൊണ്ട് ഇതാകണ്ടതാ. ഇപ്പുറത്തെ തൊലിയും പോയി, പൂടയും പോയി. ഇത് ഇവിടുത്തെ ആ വൈറ്റ് പൂച്ച കൊണ്ടൊരു പേർഷ്യനും നാടനും കൂടെ ക്രോസ് ആയത്. അത് കയറി പണിഞ്ഞിട്ടുണ്ട്. ശരീരം മൊത്തം പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെവിയൊക്കെ വെട്ടി കീറി കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ വെട്ടല് കണ്ടിട്ടുണ്ട് ചെവിയിലൊക്കെ. നമ്മളെ ആശാന്റെ ഇതാണ് ബ്ലാക്കി. പരിചയപ്പെടുത്താൻ വിട്ടു, നമ്മളെ ബ്ലാക്കി കൂട്ടൻ. ഇത് എപ്പോഴും നമ്മള് വീട് തുറന്ന ഇതിന്റെ വീടാണ്, നമ്മളെ വീടൊന്നുമല്ല. ഫസ്റ്റ് ഇതാണ് വീട്ടിലോട്ട് കയറുന്നത്. നമ്മളൊക്കെ പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒരു സമയം കയറുമ്പോ ഇതിനെ ഓടിച്ചു വിട്ടിട്ടൊക്കെ
സ്വസ്ഥമായിട്ടിരിക്കാൻ പോലും പറ്റൂല ഇത് കാരണം. അപ്പൊ ഗൈസ് നമ്മളെ വൈൻഡ് അപ്പ്. അപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞ നമ്മളെ ഈ സാധനത്തിന് എങ്ങനെ കിട്ടിയ ഒരു വിറ്റ് കഥയാണ്. ഞാൻ ചുമ്മാ സൈക്കിളും കൊണ്ട് റോട്ടിൽ ചേറി പോകുമ്പോ 2 പൂച്ചക്കുട്ടികൾ ഓടി വരുന്നു. കണ്ടപ്പോഴേ രണ്ടിനെ അങ്ങ് പൊക്കാൻ തോന്നി. ഓടിപ്പോയി വണ്ടി നിർത്തി ഒന്നിന്റെ കഴുത്തിൽ പിടിച്ച് തൂക്കി എടുത്തോണ്ട്. അത് കഴിഞ്ഞപ്പോ പിന്നെ അതിവേദന ഇവിടെ ഇങ്ങനെ പിടിച്ചെടുത്തോണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അതിന് വേദനിക്കുന്നു പറഞ്ഞപ്പോ അങ്ങ് നിർത്തി. എന്നിട്ട് ഇങ്ങനെ എടുക്കാൻ തുടങ്ങി. പിന്നെ എടുത്തെടുത്ത് കൊണ്ടിരുന്ന് പൂച്ച കടിക്കാൻ പോകുന്നു പറഞ്ഞ് ഇങ്ങനെ പിടിച്ചെടുത്തു. അതിലെടുക്കും ഓടിക്കൊണ്ടുവന്ന് ഒന്നിനെയാണെങ്കിൽ ഓടിച്ചിട്ട് പിടിച്ചു. അങ്ങ് താഴെ ഇറങ്ങിപ്പോയി സാധനം. ഓടിച്ചിട്ട് പിടിച്ച് തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച്. എന്നിട്ട് ഞാൻ ഓടിപ്പോയി സൈക്കിൾ എടുത്തോണ്ട് വന്നു. എന്നിട്ട് അവിടെ ഗെയിലിന്റെ അകത്തൊക്കെ ഇട്ട് അടച്ച് അവിടെ കാർഡ്ബോർഡൊക്കെ ഒട്ടിച്ച് വെച്ച്. എന്നിട്ടും ഈ കുരിപ്പുകള് രണ്ടും വെളിയിറങ്ങുമായിരുന്നു. പിന്നെ ആയപ്പോ ഇതാ വീടിനോട് രണ്ടും അങ്ങ് സെറ്റായി. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ പെരിങ്ങമല ജസ്റ്റ് പോയി നിന്നായിരുന്നു കുറച്ച് ദിവസം. മീൻസ് പറഞ്ഞാണെങ്കിൽ എനിക്ക് ആണാണോ പെണ്ണാണോന്നൊന്നും പറഞ്ഞൂടായിരുന്നു. ഞാൻ ബ്ലാക്കിൽ നിന്ന് വേരിട്ട് വെച്ച് പെണ്ണായിരുന്നു. രണ്ടും പെണ്ണായിരുന്നു. അപ്പൊ ഇതിന്റെ സഹോദരി ഞാൻ പെരിങ്ങമല പോയിട്ട് വന്നപ്പോ അതിന് എന്തോ ജീവി അള്ളി കീറി നശിപ്പിച്ചു വെച്ച്. അതിന് നടക്കാൻ വയ്യ, തിന്നാൻ വയ്യ. അത് കഴിഞ്ഞ് പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പം അതിനെ കാണാനും ഇല്ല. ഞാൻ പോണതിന് മുമ്പാണ് ഈ വയ്യായിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോ കാണാൻ. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു പൈപ്പ് ഇങ്ങനെ ഇളകി വീണു. അവിടുത്തെ ഒരു കുഞ്ഞു പൈപ്പ് വെള്ളമൊക്കെ ഇങ്ങനെ മഴവെള്ളം പെയ്തങ്ങ് വീഴ്. മഴവെള്ളം വീണ് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അറിയാതെ പോയി ആരുടെയോ കാലെന്ത് തട്ടി. ഇപ്പൊ പൈപ്പ് വീണു. പൈപ്പിന്റെ അകത്ത് നിന്ന് ഇതങ്ങ് വീണ് പൂടെ എല്ലുമായിട്ട് ആ ജീവിയുടെ എല്ല് മാത്രമുള്ള ആ പൂച്ചയുടെ പൂടയും 2-3 പൂടയുണ്ട് കയ്യിലെണ്ണാവുന്ന. കണ്ടപ്പോഴേ ഒരുമാതിരി അങ്ങ് അത് കേറി ഇരുന്നങ്ങ് ചത്ത്. അപ്പൊ പിന്നെ ഇത് ഒറ്റപ്പെട്ട്. ഇപ്പം ഇതിന്റെ ഒരു കൂട്ടുകാരി ഉണ്ട്. ആ കൂട്ടുകാരിയുടെ ഒരു ഭർത്താവ് പൂച്ചയുണ്ട്. അതാണ് ആ വെള്ള. കൂട്ടുകാരിയുടെ അടുക്കാൻ സമ്മതിക്കൂല. വെള്ളടാ ആടിച്ചോടിക്കും പൂച്ചേനെ. കഷ്ടം. ഇത്രയും ഗതി കേട്ടോ നീ ഭൂലോകത്ത് ആരെങ്കിലും. അപ്പൊ നമ്മളെ വൈൻഡ് അപ്പ് എടുത്തിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാം ചെയ്തു നമ്മൾ സന്തോഷത്തിന്. See you.